നമുക്കറിയാവുന്നത് ചലച്ചിത്ര പിന്നണി ഗായികയായ മഞ്ജരിയെ. പക്ഷേ ഇനി മുതൽ മഞ്ജരി ഗായിക മാത്രമല്ല, അഭിനേതാവും ഒപ്പം ചലച്ചിത്ര സംഗീത സംവിധായികയും. ഏത് രീതിയിൽ മഞ്ജരി ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ പ്രതികരിക്കുന്നു ചോദ്യങ്ങളോട് നമുക്ക് തുടങ്ങാം. മഞ്ജരി, സ്വാഗതം. നമസ്കാരം. ഞാനിപ്പോ തുടക്കത്തിലൊരു ചോദ്യത്തിനുള്ള വക കൂടി ഇട്ടുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷെ മഞ്ജരി നമസ്കാരം പറഞ്ഞു. മഞ്ജരിയുടെ ശൈലിയിലുള്ള ഒരു നമസ്കാരം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ വയ്യ. എങ്ങനെയാണത്? താമരക്കുരുവിക്ക് തട്ടമിട്, തങ്കക്കിനാവിന്റെ കമ്മലിട്, അരിമുല്ലക്കടുത്തിൽ ഏലസിട്, സുറുമ കണ്ണിണയിൽ സൂര്യനിട്, വരണുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാർ ഒത്തൊരുമിച്ചിരിക്കാൻ, ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി, ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി. മഞ്ജരി ഇതിനു മുമ്പ് ഒരു അഭിമുഖത്തിൽ എന്റെ മുമ്പിൽ തന്നെ ഇരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് മറ്റൊരു പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷെ അന്ന് ഇതേ പാട്ടിൽ തുടങ്ങിയപ്പോൾ മഞ്ജരി കസേരയുടെ മുകളിലൊക്കെ കയറി ഇരുന്നാണ് പാട്ടൊക്കെ പാടിയത്. ഇന്ന് ഒതുക്കം വന്നത് ജീവിതത്തിന്റെ പക്വത നൽകിയത് കൊണ്ടാണോ? എന്താണ് മഞ്ജരിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കസേര ആടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പോയത്. ഓ ശരി, അല്ലെങ്കിൽ ഇപ്പോഴും തയ്യാറാണ്? ഇപ്പോഴും റെഡിയാ. ഓക്കെ, ചലച്ചിത്ര പിന്നണി ഗായികയിൽ നിന്ന് അഭിനേതാവും സംഗീത സംവിധായികയും. പുതിയ അനുരാഗത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം. എന്താണ് മഞ്ജരിയുടെ പുതിയ അനുരാഗം? അനുരാഗം എന്നും മ്യൂസിക് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ സംഗീത സംവിധാനം എന്ന് അതിനൊരു വലിയ ടേം ആക്കുന്നില്ല. എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു സ്വന്തം ഒരു ട്യൂൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അത് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെയാണ് അനുരാഗം എന്ന ഈ ഗാനത്തിന് വേണ്ടി ഒരു ട്യൂൺ ഇട്ടു. ട്യൂൺ ഇട്ടപ്പോഴത്തേക്ക് മനസ്സിൽ ആദ്യമായിട്ട് വന്നത് അനുരാഗം എന്ന് പറഞ്ഞ വാക്കാണ്. അതിന്റെ കൂടെ രാഗം, അതെ ഞാൻ പറയാൻ ഒരാൾക്ക് അങ്ങനെ വരില്ല. രാഗം വരാം, മഞ്ജരിക്ക് പഠിത്തം സംഗീതമാണ്, അനുരാഗമാണ് വന്നത്. അല്ല, പൊതുവേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ രാഗം, ഇപ്പൊ പറഞ്ഞ പോലെ രാഗം എന്ന് പറഞ്ഞ വാക്ക് മഞ്ജരിക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഗാനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന രാഗം അനുരാഗമാണ്. ഓ, അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാകാം. പക്ഷെ മഞ്ജരി അനുരാഗം ഒന്ന് പാടി കേൾപ്പിച്ചു തുടങ്ങിയാലല്ലേ നമുക്ക് അത് ശരിയാണോ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സീനുകൾ ഞാൻ കണ്ടു ഇടയ്ക്ക് ആൽബത്തില്. ഈ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് അത്ര ബോധ്യമില്ല. പറഞ്ഞോളൂ. മഞ്ഞു പെയ്ത രാവിൽ, മധുവണിഞ്ഞ കനവിൽ, പാൽനിലാവ് പോൽ ചൊരിഞ്ഞ ഗാനമാണു ഞാൻ. മഞ്ഞു പെയ്ത രാവിൽ, മധുവണിഞ്ഞ കനവിൽ, പാൽനിലാവ് പോൽ ചൊരിഞ്ഞ ഗാനമാണു ഞാൻ. നിന്റെ മൗനമെന്നിൽ സാന്ത്വനങ്ങളാ, നിന്റെ മൗനമെന്നിൽ സാന്ത്വനങ്ങളാ. രാഗം അനുരാഗം, രാഗം അനുരാഗം. അത് മ്യൂസിക്കിനോടുള്ള രാഗം അല്ലെങ്കിൽ അനുരാഗം എന്ന് ഇപ്പൊ കണ്ണടച്ച അനുഭൂതിയോടുകൂടി പാടിയപ്പോ അങ്ങനെയാണെന്ന് പറഞ്ഞു തീർക്കാനേ പറ്റൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ മഞ്ജരി, ഞങ്ങളിപ്പോ സിനിമ പിന്നണി ഗാനം പാടുന്ന സമയത്ത് ഞാൻ പാടുന്ന സമയത്ത് ഇത് തന്നെയാണ് ഇമാജിനേഷൻ. സോ ഇമാജിനേഷൻ ഇല്ലാതെ ഒരു ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റില്ല. സോ ദർ ലോട്ട് ഓഫ് ഇമാജിനേഷൻ ഹാപ്പൻസ്, ക്രിയേറ്റിവിറ്റി. അപ്പൊ ഇപ്പം മീര ജാസ്മിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാവ്യ മാധവന് ഫോർ ദാറ്റ് മാറ്റർ ഏത് ആക്ട്രസ് ആണ് നമ്മൾ അവരെ അഭിനയിച്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ പാട്ടിന് അവരെ അഭിനയിച്ച എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഇമാജിനേഷൻ ഇങ്ങനെ ഓടുന്നുണ്ടാവും തലയിൽ. പക്ഷേ ഇതെന്തായാലും പാടിയപ്പോ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത് മനസ്സിലുള്ളത്. സത്യമായിട്ട് ഞാൻ ഇത് അഭിനയിക്കണമെന്ന് വിചാരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതല്ല. ഈ ട്യൂൺ ഉണ്ടാക്കിയപ്പം രാഗം അനുരാഗം വന്നു. അപ്പൊ എനിക്ക് തോന്നി ഈ പാട്ട് എന്തുകൊണ്ട് എഴുതിച്ച് ട്യൂൺ ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് കേട്ടൂടാ. അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് കൈതപ്രം സാറിന്റെ അടുത്ത്. കൈതപ്രത്തോട് പോയപ്പോ പാട്ടിനോട് അനുരാഗമുള്ള കുറെ വരികൾ എഴുതരൂന്നാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞു സർ, ഇതില് ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് ലിറിക്സ് സാറാണ് ഭയങ്കര അങ്ങനത്തെ കുറെ പാട്ടുകൾ സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രാഗം അനുരാഗം എന്റെ മനസ്സിൽ വന്നു സാർ. അപ്പൊ അത് ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന് മോളൊരു കാര്യം ചെയ്യും, പാട്ട് എനിക്ക് അയച്ചു തരും, ഞാൻ ഇപ്പൊ എഴുതി അയച്ചു തരാം. എന്നിട്ട് എനിക്ക് പാട്ട് എഴുതി ഒരു ഹാഫ് ആൻ അവറിൽ എഴുതി. അപ്പൊ എനിക്ക് പാട്ട് കേട്ടപ്പോഴത്തേക്ക് പിന്നെ ആ ലിറിക്സ് വെച്ച് പാടിയപ്പോഴത്തേക്ക് ശരിക്കും വേറെ തന്നെ ഒരു തലത്തിലേക്ക് എത്തിച്ചത് പാട്ട്. അങ്ങനെ ഈ എന്താ പറയാ, നമുക്ക് ഓരോ ആഗ്രഹം ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പടിപടിയായിട്ട് പോകുന്ന പോലെ. അപ്പൊ തോന്നി ഇനിയൊന്ന് ഷൂട്ട് ചെയ്താലോ, ഷൂട്ട് ചെയ്ത് കണ്ടാലോ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ പല്ലവിയാണല്ലോ നേരത്തെ പാടിയത്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഭാഗം എനിക്ക് കുറച്ചുകൂടി ഭയങ്കര മനസ്സിൽ തട്ടിയതാണെന്ന് തോന്നിയ ഒരു ഭാഗമുണ്ട്? അവിടെ ഒന്ന് പാടി കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അന്ന്
നമ്മൾ മഴ നനഞ്ഞ് കുളിരണിഞ്ഞു പോയി കവിൾ തടത്തിലായിരം ഉമ്മ നൽകി നീ നെഞ്ചിൽ ഞാൻ ചേർന്നലിഞ്ഞ നേരം ദൂരെ കാൽക്കുട പറന്നു പോയി മറയുകില്ല മായുകില്ല രാഗം അനുരാഗം. അപ്പുറത്ത് പാട്ട് ഒരു പുരുഷന്റെ രൂപത്തിൽ നടക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ നേരത്തെ പറഞ്ഞത് പാട്ടാണെന്ന് ഞാൻ ആദ്യം ഒരു ഹിന്ദി സിംഗിൾ ചെയ്ത സമയത്ത് എന്റെ കുറെ ഫാൻസും ഫ്രണ്ട്സും പറഞ്ഞു നിങ്ങൾ സിംഗിൾ ചെയ്തു, സിംഗിൾ ഒറ്റയ്ക്കായി പോയി, അതിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു ആക്ടറേയും കൂടെ വെച്ചത്. അയ്യയ്യ അല്ലെ? ശരി, അത് ശരിയാണെന്ന് നോക്കുന്നതിന് മുമ്പ് അയ്യയ്യ സ്പർശിച്ചത് കൊണ്ട് അത് അതിന്റെ ഒരു രണ്ടുപേരും കൂടി. कांटे जैसी चुभती है हाय काली काली रतियां रे फिर सही ना जाए आ भी जाना सैया रे जालिम रतियां रे बड़ी जालिम रतियां रे लाज से जी घबराए कैसे कहूँ ऐसी बतियां रे अय्या. അതിൽ മഞ്ജരി മാത്രം മതി. പക്ഷേ ഇതിനകത്ത് എന്തായാലും മഞ്ജരി പറഞ്ഞ പാട്ടാണെന്ന് നമ്മൾ വിശ്വസിച്ച് മറ്റൊരു ആള് വേണം. അനുരാഗമാണ്, രാഗം അനുരാഗമാണ്. അതിലെങ്ങനെയാണ് VKP വരുന്നത്? സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോൾ ആദ്യം ഒരു നോർമൽ 5D ക്യാമറയിൽ ഷൂട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഒരു സ്മോൾ സ്കെയിൽ. അപ്പം ബേസിലാണ് ആക്ട് ചെയ്തത്. ബേസിൽ ഞങ്ങളുടെ ഫ്രണ്ടാ, ഫാമിലി ഫ്രണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയൊരു രീതിയിൽ ഷൂട്ട് ചെയ്തെടുക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ബാംഗ്ലൂർ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പം VK പ്രകാശ് സാറിന് വെറുതെ ഒന്ന് വിളിച്ച് പാട്ട് കേൾപ്പിച്ചാലോ തോന്നി. അപ്പൊ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഫ്രീ ആണ്, ഇവിടെ വന്നോളൂ പാട്ട് കേൾക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും ചെന്നു, പാട്ട് കേൾപ്പിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് നമുക്ക് മൂന്നാർ വെച്ച് ഷൂട്ട് ചെയ്താലോ എന്ന് വെച്ചു. പക്ഷെ നമുക്ക് മൂന്നാർ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്കൊന്നും കത്തിയില്ല ആദ്യം. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പാട്ട് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു മഞ്ജരിയാണ് അപ്പുറത്ത് വരാൻ പോകുന്നത് തീരുമാനമായോ? ഇല്ല, അപ്പോഴും ഞാൻ അഭിനയിക്കും ഒന്നും ഞാൻ തീരുമാനിച്ചതല്ല. അപ്പൊ നമുക്ക് കോൺസെപ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഇത് ആരാ അഭിനയിക്കുക, എന്തായാലും ഷൂട്ട് ചെയ്യുക. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കുറെ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് വീഡിയോസ് സിംഗേഴ്സിന്റെ. അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മഞ്ജരി തന്നെ അഭിനയിക്കും, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒത്തു വന്നു. മഞ്ജരിക്ക് ഒരുപക്ഷെ മഞ്ജരി ചെറുപ്പം തൊട്ടേ മ്യൂസിക് വിദ്യാഭ്യാസത്തിലൂടെ തന്നെ മ്യൂസിക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് തന്നെ അഭിനയം ഇതിനോട് വരികൾക്ക് ഒപ്പിച്ച് വരുത്താനും പാട്ട് പാടുമ്പോൾ അതിൽ ലയിച്ച് ഈ നമ്മുടെ സംഗീത സംവിധായകരൊക്കെ ഈ ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ പറയാറുള്ള പോലെ ഭാവവും സംഗതിയൊക്കെ വരുത്തി അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ആളല്ല മഞ്ജരി. പക്ഷേ ഇത് ഫിസിക്കലായി തന്നെ അഭിനയിക്കണം. ഇങ്ങനൊരു കാര്യത്തിലേക്ക് വരാൻ ധൈര്യം. പാടുന്ന സമയത്ത് പൊതുവെ ഇപ്പം എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് വേണമെങ്കിൽ എടുത്ത് പാടാം. നമ്മളല്ലല്ലോ അഭിനയിക്കുന്നത്, നമ്മള് പാടുന്നല്ലോ. അപ്പൊ ഇത് ചെന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാ ഇതുമാതിരിയൊക്കെ, എന്തിനാ ഞാൻ ഈ അനുരാഗം എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ എടുത്ത് വേറെ വല്ലതും എടുക്കായിരുന്നു. അപ്പൊ എന്നുവെച്ചാൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ശരിക്കും ഉണ്ടായിരുന്നു. തുടക്കത്തിലുള്ള ഫസ്റ്റ് ടൈം ഒരു ക്യാമറ ഫേസ് ചെയ്യാണ്. നമ്മൾ നോർമലി ഫേസ് ചെയ്യുന്ന പോലെയല്ല. ഒരു ഷൂട്ടിംഗ് പ്രോസസ് എന്താണെന്നോ ഒന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴാണ്. അപ്പം പക്ഷെ അത് ആ ഡയറക്ടറിന്റെ കഴിവാണ്. പക്ഷെ മഞ്ജരിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഡയറക്ടറുടെ കഴിവുണ്ടാകാം, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു ലാസ്റ്റ് ഔട്ട്പുട്ട് ഇങ്ങനെ വരില്ല. പക്ഷെ മഞ്ജരിക്ക് അഭിനയിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇതിന്റെ റിലീസ് ഫംഗ്ഷനിൽ മലയാളത്തിന്റെ അഭിമാനം മമ്മൂട്ടി പറഞ്ഞ വാചകങ്ങൾ, വരൂ ഞങ്ങളുടെ ആക്ടിംഗ് കമ്മ്യൂണിറ്റിയിലേക്ക് എന്ന് ക്ഷണിച്ചിരിക്കുകയാണ് മഞ്ജരിയെ. ആ ക്ഷണം സ്വീകരിച്ചോ മഞ്ജരി? അത് ശരിക്കും ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം ഒന്നാമത് ആ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ മനസ്സാണ്. വെച്ചാൽ നമ്മള് ബഡിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, ഇപ്പം ഞാനൊരു അദ്ദേഹത്തെ വെച്ച് ഒരു ലെജൻഡറി ആക്ടറെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വേറെ തന്നെ ഒരു ജനറേഷനാണ്. അപ്പൊ നമ്മളെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ എൻകറേജ്മെന്റ് ആണ് ശരിക്കും. അദ്ദേഹം ആ ഫംഗ്ഷന് വരിക എന്ന് പറയുന്നത് ഒരു വലിയ എൻകറേജ്മെന്റ് ആണ്. അപ്പൊ അത് ഐ എം റിയലി, ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ നമ്മള് ഇനി അടുത്ത ജനറേഷൻ നമ്മളായി മാറുമ്പോൾ നമ്മൾ ഇതൊക്കെ നല്ല കാര്യങ്ങൾ അവരുടെ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ മമ്മൂക്കയുടെ ആ ഒരു ഇൻവിറ്റേഷൻ ഇൻ ടു ഫിലിം, അതെനിക്ക് അറിയില്ല, കാരണം ഫിലിം ആക്ടിങ് ടോട്ടലി ഡിഫറെന്റ് ആണ്. മമ്മൂക്ക ഇത്രേ പറയാൻ പറ്റൂ, വേണമെങ്കിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം, ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ബാക്കി മമ്മൂക്ക ക്ഷണിച്ചു, ഇനി ബാക്കി തീരുമാനിക്കപ്പെടട്ടെ, വിധിക്ക് വിടുകയാണ്. എന്തായാലും മഞ്ജരി നോ പറഞ്ഞിട്ടില്ല, അത്രയും നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇവിടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്ത. ഓക്കെ. എന്തായാലും പല
സിനിമകളിലും പിന്നണിയിൽ നിന്ന് പാടുമ്പോൾ ഈ അഭിനയമോഹം മനസ്സിലുള്ള ഒരാൾ അവിടെ ഉണ്ടാകും. മീര ജാസ്മിൻ ആണ് അവിടെ ഇരുന്ന് പാടുന്നത്, ഞാൻ എന്റെ നല്ല ശബ്ദം കൊടുത്തിട്ട് മീര ജാസ്മിൻ ആണ് അവിടെ പോയി പാടാൻ പോകുന്നത്, അതല്ലെങ്കിൽ ശോഭനയാണ് അപ്പുറത്ത് അവാർഡ് മേടിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ കാവ്യ മാധവനാണ്. ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഉള്ള കുശുമ്പും വൈരാഗ്യവും എല്ലാം കൂടെ ചേർത്താണോ ഈ പാട്ട് നന്നാവുന്നത്? ഒരിക്കലും അല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എന്റെ വോയിസ് ഞാൻ കാണുന്നത് നാഷണൽ അവാർഡ് വിന്നർ ആ ബ്യൂട്ടിഫുൾ ലേഡി മീര ജാസ്മിൻ അവരിലൂടെയാണ് എന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നത്, അവര് ക്ലിപ്പ് ചെയ്തിട്ട്. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും ത്രില്ലിംഗ് ആയിട്ടുള്ള, ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ആറ്റുനോറ്റ് കാണാൻ പോയത്. എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. അപ്പൊ അതിനുശേഷം ഫസ്റ്റ് ഇറങ്ങുന്ന അച്ചുവിന്റെ അമ്മ. അപ്പൊ ഞാൻ ആ മീര ജാസ്മിൻ ഇൻട്രൊഡക്ഷൻ സീനിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് പാട്ട് തുടങ്ങുന്നത്. ലൈക്ക് സന്തോഷമായി. ഇനിയിപ്പം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കണ്ടല്ലോ, കാണാൻ പറ്റിയല്ലോ, നമ്മുടെ ശബ്ദം കേൾക്കാൻ പറ്റിയല്ലോ തിയേറ്ററിൽ. ശബ്ദം ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫസ്റ്റ് ഈ സീനിലാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല, ഒഴിഞ്ഞു മാറണ്ട. അതായത് അഭിനയം എന്നുള്ള മോഹമുള്ള ഇപ്പൊ മഞ്ജരി വരാൻ തയ്യാറായി നിൽക്കുകയാണ് അഭിനയ സമൂഹത്തിലേക്ക്. അപ്പോ ഈ കഴിഞ്ഞു പോയ ചില കഥാപാത്രങ്ങളിൽ ഒരെണ്ണം, ഞാനിപ്പോ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ താമരക്കുരുവി പാടിക്കഴിഞ്ഞു, വേറൊരു പാട്ടെടുത്താൽ ആ പാട്ട് സീനിൽ ഞാൻ തന്നെ അഭിനയിച്ചാൽ നന്നായിരുന്നു തോന്നിയ ഒരു പാട്ട് ഏതാണ്? ആ പാട്ട് പാടി കേൾപ്പിച്ചാൽ മതി, ഉത്തരം പറയണ്ട. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ചിന്നി അതൊക്കെ അവരവരെ പണി അവരവരെടുത്തോളൂ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതിൽ അഭിനയിച്ചാൽ മഞ്ജരി അഭിനയിച്ചാൽ ശരിയാവില്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഇപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇനി അതിനോടുള്ള ആ പാട്ടൊന്ന് പാടി നമ്മൾ മനസ്സിൽ നോക്കാം. മഞ്ജരി പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ട തെയ്യം മൂടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേര് ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക് പൂവരശ പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ട തെയ്യം മൂടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല്. പ്രഭുദേവ എന്ന നർത്തകനപ്പുറത്ത് ഇപ്പുറത്തെ ഗായികയ്ക്ക് വേണമെങ്കിലും പാടാവുന്നതേ, അഭിനയിച്ച് പാടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പോട്ടെ, ഞാൻ അതിലേക്ക് ഇനി മഞ്ജരിയെ കുഴപ്പിക്കുന്നില്ല. പക്ഷേ അവാർഡ് കിട്ടിയ പാട്ട്, ഏറ്റവും ആദ്യം അവാർഡ് കിട്ടിയ പാട്ട് മനസ്സിലെപ്പോഴും എന്നും ഉണ്ടാകും. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം എനിക്ക് കിട്ടുന്ന അവാർഡ് സ്റ്റേറ്റ് അംഗീകാരമാണ്, മുകിലിൻ മകളെ എന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ അത് എനിക്ക് അത്രയും ഒരു ആദ്യമായിട്ട് ഞാൻ സിനിമയിലേക്ക് പാടാൻ വരുന്ന സമയത്ത് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പാട്ട്, അതും ഭയങ്കര ഡിഫിക്കൽട്ടാണ് സോങ്. അത്രയും ആത്മവിശ്വാസം എന്നിൽ കണ്ടത് രമേശ് നാരായൺ സാറാണ്. അദ്ദേഹമാണ് എനിക്ക് ഈ പാട്ട് തരുന്നത്. സോ എന്നും എനിക്ക് ആ കടപ്പാടുണ്ട് അദ്ദേഹത്തോട്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് കോമ്പോസിഷൻസ് ഞാൻ പാടാറുണ്ടായിരുന്നു. പറയാൻ മറന്ന പരിഭവമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഇതൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. മഞ്ജരി എന്തെങ്കിലും അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് മ്യൂസിക്കലായി തന്നെ പരിഭവങ്ങൾ വിരഹാർദ്രമാ മിഴികളോർക്കേ സ്മരണകൾ തിരയായി പടരും ജലധിയിൽ പൊഴിയും നിലാവ് പോൽ വിവശയാ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് രമേശ് ജിയുടെ. അതുപോലെ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാൻ നെഞ്ചിൽ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലേ മുകിലിൻ മകളെ. ശാസ്ത്രീയ സംഗീതം, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഗസൽ, എനിക്കറിഞ്ഞൂടാത്ത ഒരുപാട് പാട്ടുകൾ, ഇങ്ങനെ ടൈറ്റിലുള്ള കുറെ സാധനങ്ങൾ, ഇതൊക്കെ നന്നായി പാടുന്ന, മാറി മാറി ഒരു മിനിറ്റിൽ മാറി മാറി പാടാൻ കഴിവുള്ള മഞ്ജരിക്ക് രമേശ് നാരായണന്റെ ഈ പാട്ടുകൾ ബുദ്ധിമുട്ടോ പാടാൻ?
അല്ല ആ സമയത്ത് ബുദ്ധിമുട്ടെന്നുള്ള ഒരു കോമ്പോസിഷൻ പൊതുവേ അതിനൊരു ഈ പാട്ട് പ്രത്യേകിച്ച് അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. അതിലെ പ്രോഗ്രഷൻസ് ആയാലും ആ പാട്ട് പോകുന്നത് ഇപ്പൊ ഫസ്റ്റ് 2 ലൈൻസ് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ലൈൻ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ ഡൗട്ട്ഫുൾ ആയിരുന്നു. വെച്ചാൽ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കോമ്പോസിഷൻ. അത് നമ്മൾ ഒരുമിച്ച് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യില്ലെങ്കിലും അത് പഠിച്ച് പാടുമ്പോഴുള്ള അതിനൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ഒരു ശാസ്ത്രീയ സംഗീതത്തിൽ കച്ചേരി നടത്തുന്ന ആളാണ് മഞ്ജരി. അതേസമയം ഗസൽ കച്ചേരി വേറെയുണ്ട്, ഹിന്ദുസ്ഥാനി മ്യൂസിക് പാട്ട്. ഇത് മൂന്നും ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഏതാണ് ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും ആദ്യം ഒന്ന് മൂളുക? ഞാൻ ഒരു ചെറിയ ക്ലാസിക്കൽ ചെറിയൊരു പീസ്. റൈറ്റ്. गरजत आए रे बादर व गरजत आए रे बादर व पिया बिना मई का कछु ना सुहाए गरजत आए रे बादर व पिया बिना मई का कछु ना सुहाए गरजत आए रे बादर व बादर गरजे में हाँ पर से बादर गरजे में हाँ पर से पिया बिना मोरा जियरा तर से ध्यान रंग मन भाए गरजत आए गरजत आए गरजत आए. മിയാക്കി മൽഹാറിലൊരു ചെറിയ സംഗതി എത്ര ശരിയായോ എന്നുള്ളത് ഞാൻ അടുത്ത ഹിന്ദുസ്ഥാനിയുടെ ഗസലിന്റെ ഒരു ഗസൽസ് എനിക്ക് എപ്പോഴും വളരെ ഒരു ക്രേസ് ഉള്ള ഒരു ജോണർ ഓഫ് മ്യൂസിക് ആണ്. എന്നുവെച്ചാൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന 2 വികാരം പ്രണയവും വിരഹവുമാണ്. അപ്പൊ അതില്ലാത്ത വ്യക്തികൾ ആരുമില്ല. അപ്പൊ ഏറ്റവും നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്പെക്ട് ഓഫ് മ്യൂസിക്, അല്ലെങ്കിൽ ഒരു ജോണർ ഓഫ് മനുഷ്യർക്ക് ഈ പ്രണയം എന്നുള്ളതൊക്കെ അത്ര മറക്കാൻ പറ്റാത്തതാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ അത് പറ്റുന്ന ഘട്ടത്തിൽ അവർ അനുരാഗം എന്ന് പറഞ്ഞ് ആൽബം ഒക്കെ ഇറക്കും. അതെ, എന്നെ ഉദ്ദേശിച്ചല്ലേ മാത്രം. അല്ല, ഞാൻ സത്യം പറഞ്ഞു. മഞ്ജരി എന്നെ പറഞ്ഞു, ഞാൻ കോട്ട് ചെയ്തതാണ്. തീർച്ചയായിട്ടും പ്രണയമില്ലാത്ത ആൾക്കാരില്ല, ആരുമില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മെഹദി സാബിന്റെ ഒരു വിവേക് കേൾക്കുന്നുണ്ട്. വിവേക്കും എന്റേതും ഒരു പ്രണയ വിവാഹമായിരുന്നു. അപ്പൊ ഒരുപാട് ഗസൽസ് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അതുപോലെ ഹോഷ് വാലോ കോ ഖബർ ക്യാ बेखुदी क्या चीज है, होश वालों को खबर क्या बेखुदी क्या चीज है. इश्क कीजिए फिर समझिए, इश्क कीजिए फिर समझिए, जिंदगी क्या चीज है, होश वालों को खबर क्या बेखुदी क्या चीज है. ബോധപൂർവം ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ബോധക്കേട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്തറിയാം? പ്രണയിക്കൂ ആദ്യം, എന്നിട്ട് ജീവിതം എന്താണ് എന്നത് അറിയൂ എന്നുള്ളതാണ് ഇതിന്റെ ആശയം. സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രണയം ഒരു ആസ്പെക്റ്റായി വരുന്നുണ്ട്. ഗസൽ ഇഷ്ടപ്പെട്ട് കച്ചേരി നടത്തുന്നു, പരിപാടികൾ ഉണ്ടാക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പാടുമ്പോൾ അത് ചിലപ്പോൾ ആലോചിക്കില്ല, ഒരു കച്ചവടമാണത്. സംഗീതത്തെ എത്രത്തോളം കച്ചവടമാക്കാൻ പറ്റും എന്നുള്ളതിന്റെ അടുത്ത് നിന്നുകൊണ്ട് അല്ല, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഇപ്പൊ ആരാണ് അത് അഭിനയിക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം പൊതുവെ അങ്ങനെ ഒരു നടി ഫിക്സ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരാളാണെങ്കിൽ ഇമാജിൻ ചെയ്ത് അവരെങ്ങനെയായിരിക്കും അതിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവും. അങ്ങനെ എടുത്തു പറയാവുന്ന ഇപ്പൊ 2 ആചിൻ കരയോർത്ത് ഞാൻ പാടിയപ്പോ അങ്ങനെയാണ് ഞാനത് പാടിയത്. യെസ്, അതൊന്ന് എങ്ങനെ പാടി? ആദ്യം താമരക്കുരുവി പാടി അവർക്ക് വേണ്ടി, മീര ജാസ്മിന് വേണ്ടി. അപ്പൊ എനിക്ക് ഇൻഫാക്ട് എനിക്കത് തോന്നി അവരിങ്ങനെ ആയിരിക്കാം അഭിനയിക്കുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ പിക്ചറൈസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, ഒരു ഐഡിയ അവർ തന്നു. അപ്പം മീര ജാസ്മിൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പാടുക എന്നുള്ള ഒരു ഇമാജിനേഷൻ. ആറ്റിൻ കരയോരത്തെ ചാറ്റൽ മഴ ചോദിച്ചു കാറ്റേ കാറ്റേ വരുമോ, മാരിവിൽ മേഞ്ഞൊരു മൺകുടിലിൻ ജാലകം മെല്ലെ മെല്ലെ തുറന്നോ, കാണാതെ കാണാനെന്ത് മോഹം, കാണുമ്പോഴുള്ളിനുള്ളിൽ നാണം, മിണ്ട
മീര ജോസ്ഫിനെ നമുക്ക് മനസ്സിൽ വന്നു. പക്ഷെ ഇതുപോലെ ഒരു വ്യത്യാസം മറ്റൊരു നടി വന്നാൽ ഉണ്ടാകും മഞ്ജരിയുടെ പാട്ടിൽ നിന്ന് പറയുമ്പോൾ വേറൊരു പാട്ട് ഇപ്പൊ തന്നെ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു തരണം, ഉദാഹരണ സഹിതം. ഇതാ മറ്റൊരു നടി വന്നപ്പോൾ ഇത് എന്റെ ഒരു ഭാവം മാറി. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ ഒന്നൊന്നും മിണ്ടിയിടാതെ കാതോരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നാരോ പേരില്ലേ നാളില്ലേ എന്താണെന്ന് ഏതാണെന്ന് എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നേയില്ലെന്നോ. ചലച്ചിത്ര പിന്നണി ഗായികയിൽ നിന്ന് നടിയും സംഗീത സംവിധായികയുമായി മാറി അനുരാഗത്തിലെത്തി നിൽക്കുന്ന മഞ്ജരിയോട് ഇനിയും കുറെ ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. ഇന്നലത്തെ ദിവസത്തെ പ്രത്യേക അതിഥിയോട് ചോദിച്ചതുപോലെ, നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നു. ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പ് ഇതുവരെ മഞ്ജരിയോട് ആരും ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടാകും. സംഗീത സംവിധായിക, അഭിനേതാവ് എന്ന നിലകളിലേക്ക് പറയാവുന്ന മഞ്ജരിയാണ് നമ്മളോടൊപ്പം അതിഥിയായുള്ളത്. മഞ്ജരി, ഇനിയൊരു 10 മിനിറ്റ് നേരം നമ്മൾ സംഗീതമുണ്ട് എങ്കിലും ഈ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ തനി സ്വഭാവം കാണിക്കുന്ന ചില ചോദ്യങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. മഞ്ജരി എവിടെയായിരുന്നു കഴിഞ്ഞ 3-4 കൊല്ലം എന്നുള്ളതാണ് പലരും അന്വേഷിക്കുന്നത്. പെട്ടെന്ന് അനുരാഗവുമായി പൊട്ടിപ്പുറപ്പെടുമ്പോൾ മഞ്ജരി ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് പലരും വിളിച്ചാൽ കിട്ടുന്നില്ല. അല്ലല്ല, ഞാൻ ആക്ച്വലി ബോംബെയില് ഉപരി പഠനത്തിനായി പോയതാണ്. പക്ഷെ പഠിച്ച അവസാനം അനുരാഗമാണ് പഠിച്ചു തീർന്നതെന്നാണ് ഇപ്പൊ ആളുകൾ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം ബോംബെയിൽ പഠിക്കുകയാണ്. പണ്ഡിറ്റ് രമേശ് ജൂലെ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് അതല്ലാതെ ഞാൻ ഇടയ്ക്ക് ഷോസിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് ബോംബെയിലേക്ക് പോയതല്ല, ഞാൻ സംഗീതത്തിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് മാറിയത്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ബോംബെയിലാണ്. പക്ഷെ ഇത് പറഞ്ഞ മാതിരി ഇപ്പൊ റെക്കോർഡിങ്സ് ആയാലും ഷോസിനൊക്കെ അതിനൊക്കെ ഞാൻ പോകുന്നുണ്ട്. അതിൽ അങ്ങനെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ കേരളം വിട്ടുപോയി എന്ന് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ആയിരിക്കും. പക്ഷെ മഞ്ജരി എല്ലാവരും സിനിമയിലാണ്, പാട്ടുകളിലാണ്. മീര ജോസ്ഫിൻ വരുമ്പോഴാണ്, കാവ്യമാധവൻ വരുമ്പോൾ ആ സ്വരം മഞ്ജരിയുടേതാണ് എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അവിടെ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയൊക്കെ ഞാൻ ഉണ്ടായിരുന്നല്ലോ. എണ്ണം ഞാൻ നോക്കാം, എന്റെ ലിസ്റ്റ് ഉണ്ട്. അവിടെ 2010-ലും 2011-ലും ഒക്കെ ഒട്ടേറെ കാണും. അല്ല, തികച്ചും ഇതൊക്കെ ഞാൻ അതില് തികച്ചത് ഭാഗ്യമായിട്ടേക്കാണ് കാണുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറുടെ അവരുടെ ഇഷ്ടമാണ് അവർ ആരെ കൊണ്ട് പാടിക്കുന്നു എന്നുള്ളത്. അതായത് ന്യൂ ജനറേഷൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന പാട്ടുകൾ ഒരു പ്രശ്നമായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് അങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ കച്ചേരികൾ ചെയ്യുന്നുണ്ട്, ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ടൈം ഞാൻ മ്യൂസിക്കിന് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ 2014-ൽ എന്റെ കണക്കിൽ 2 പാട്ടാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ 2004 പാടിയ പോലെ അത്രയും പാട്ടുകൾ ഞാൻ 2010 പാടിയിട്ടില്ല. അപ്പൊ അത് ഈസ് എ നോർമൽ തിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നോർമൽ തിങ്ങിലാണ് സിനിമയിൽ പാട്ടുകൾക്കൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, കാലങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. മഞ്ജരി ശുദ്ധ സംഗീതവും ശുദ്ധ പാട്ടുകളും അതിൽ പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾ. എനിക്ക് പറ്റിയ പാട്ടുകൾ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഇപ്പൊ എന്നെ കൊണ്ട് പാടിക്കണം എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു പാട്ട് ഉണ്ടെങ്കിൽ എന്തായാലും അത് ഞാൻ പാടിയിരിക്കും എന്നുള്ള വിശ്വാസം, ഞാൻ എപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ ആരെയും ഫോഴ്സ്ഫുള്ളി എനിക്കൊരു പാട്ട് തരൂന്ന് അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല ആരെയും. തീർച്ചയായിട്ടും. ഈ കാലഘട്ടത്തിൽ നല്ല പാട്ടുകൾ എന്തൊക്കെ കേട്ടു മഞ്ജരി? കേട്ട പാട്ടുകൾ, പാടിയ പാട്ടുകളല്ല. ചോദിക്കാമോ? പാതി വഴി തീരുന്നു ഇരുളലയിൽ വീണുവെയിലാളുന്നു, ഒരുപാട് നല്ല പാടും. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, കിനാവിൽ കിനാവാൽ നീ തലോടില്ലേ, ഇഷ്ടംപോലെ പാട്ടുകൾ. ആദ്യം പാടിയ പാട്ട് എനിക്ക് തന്നിരുന്നു എങ്കിൽ എന്നുള്ളൊരു ഇല്ല, അതിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഹൗണ്ടായൂല് ഞാൻ പാടിയിട്ടുണ്ട്. ഈ പാട്ട് പാടിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാം. എല്ലാം മ്യൂസിക് ആണല്ലോ. അപ്പം അത് അടിച്ചുപൊളിയാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ക്ലാസിക്കൽ അല്ലെങ്കിൽ കുറെ മെലഡിയസ് പാട്ടാണെങ്കിലും ഏതായാലും ഇപ്പം സിറ്റുവേഷൻ അനുസരിച്ചാണ് ഒരു ട്രെൻഡ് മാറി. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ്.
പഴയ രീതികളിലല്ല കഥ വരുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ സ്റ്റൈൽ ഓഫ് സിനിമ വേറെയാണ്, അതിലും പഴയ സിനിമയാണെങ്കിൽ അതും വേറെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലത് ഇനിയൊരു ആൽബംസ് ഉണ്ടാക്കി അതിൽ സ്വന്തമായി പാട്ടുകൾ തയ്യാറാക്കി ഈണം കൊടുത്ത് അഭിനയിച്ച് ഇത് ഒരു പ്രത്യേക ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. ഇല്ല, ഓക്കെ. പക്ഷെ അതിനൊരു സാധ്യതയുണ്ട്. ഇത് എവിടുന്ന് പഠിച്ചു ഈ സാധനം? ബോംബെ പോയി പഠിച്ചതിനകത്ത് ഇതുണ്ടോ? അല്ല, ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോവും നമുക്ക് എന്തുകൊണ്ട് നമുക്ക് തന്നെ ഒരു പാട്ട് ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഇത് അങ്ങനെ ഉണ്ടായ ഒരു സംഭവം, വളരെ യാദർശികമായിട്ട് മനസ്സിൽ തോന്നി. ദൈവം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ പലയിടത്തും. മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആണ്. എന്നുവെച്ചാല് മ്യൂസിക് വീഡിയോസ്, പാട്ടുകാരെന്ന് പറയുന്നത് മ്യൂസിക് വീഡിയോസിലൂടെയാണ് അറിയപ്പെടുന്നത് മറ്റ് രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടില് ഫിലിം മ്യൂസിക് ആണ് മെയിൻ. അപ്പൊ അതിപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു ടൈമുണ്ട്. ഇപ്പം എല്ലാ സിനിമകളിലും എല്ലാ പാട്ടുകാർക്കും പാടാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക? നമുക്കിപ്പോ ഇതിപ്പോ നല്ല സമയമാണ്. ഈ അധികം വയസ്സാവുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പൊ അത്രേ. ഓക്കെ. പഴയ കാലഘട്ടങ്ങളിലെ കുറെ പാട്ടുകൾ മനസ്സിലുണ്ടാവുമല്ലോ വന്നിരുന്ന സമയത്ത്. അങ്ങനെയുള്ള പാട്ടുകളിൽ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്? അനുരാഗാനം പോലെ. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താ ഒരു ചിരി പാട്ട് നന്നായുണ്ട്. പോലെ ആരു നീ. ആ ചിരിയുടെ ആ ചോദ്യം വരുമെന്നും. പൊതുവെ ഞാൻ വളരെയധികം ചിരിക്കുന്ന ഒരാളാണ്. ചിരി വന്നാൽ എനിക്ക് പാട്ട് വരില്ല. ഇല്ല, മഞ്ജരി ആ പാട്ട് തൽക്കാലം അവിടെ ബ്ലോക്ക് ചെയ്യാണ്. ആ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ചിരിച്ചതിനകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, അതിന് ഉത്തരം എന്താണ്? അതെന്താ ഈ അനുരാഗം വെച്ചിട്ട് തന്നെ പാടുന്നത്? അല്ല, അത് പഴയ പാട്ട് വന്നപ്പോഴും സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അനുരാഗം എന്ന് പറഞ്ഞ വേർഡ് എന്റെ മനസ്സിലേക്ക് വന്നത്. അപ്പൊ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി. ഒരുപാട് പാട്ടിലുണ്ട് അതുപോലെ. അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ, സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം, വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നെൻ ഗാനം കേൾക്കാൻ. മഞ്ജരി ഇപ്പൊ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതാണ് സമയം, ഈ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മഞ്ജരിയെ പോലെയുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള അല്ല, ഇപ്പൊ റിമി ടോമിയൊക്കെ പാടുന്നു, അതിനോടൊപ്പം അഭിനയിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു, പ്രധാന താരങ്ങളോടൊപ്പം. അതാണോ ലൈൻ? അല്ല, ഞാൻ അഭിനയിക്കാൻ പോകുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്കിപ്പോ ചെയ്യാം. ഇപ്പം അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും അഭിനയിക്കാം. പാട്ട് കമ്പോസ് ചെയ്യണം, പാട്ട് പാടണം, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യരുത്. നമ്മളത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പുറത്ത് കൊണ്ടുവരണം. അത് പക്ഷെ സംഗീതത്തെ ബാധിക്കില്ലേ? ഒരിക്കലുമില്ല. ഒരു കാര്യവും ഒന്നിനെയും ബാധിക്കുന്നില്ല. നമ്മൾ ചിന്താഗതി അനുസരിച്ചിരിക്കും. നമ്മളിപ്പം പേടിച്ച് ഇത് എന്തിനെങ്കിലും ബാധിക്കുമോ എന്ന് നോക്കിയിരുന്നാലും നമുക്ക് എന്നും അതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മള് ജീവിതം നമ്മുടെ ജീവിതമാണ്. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ജീവിതത്തിൽ എന്ത് ചെയ്തു, ആര് പറഞ്ഞു പേടിച്ചിരിക്കാന്ന് ചോദിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതൊക്കെ നമ്മൾ ചെയ്യാം. കൃത്യമായിട്ട് അത്ര വരെ ഗവേഷണം നടത്തിയിരിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരെ മഞ്ജരി ഇപ്പൊ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഞ്ജരി അറബി പാട്ട് പാടുന്നത് പലരും എന്നോട് പറഞ്ഞു, മഞ്ജരിയെ കൊണ്ടൊരു അറബി പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞു. കാരണം മഞ്ജരി മസ്കറ്റിലൊക്കെ പഠിച്ച സ്കൂളിംഗ് അവിടെയായിരുന്നു. അറബി സ്കൂളിൽ പഠിച്ചിരുന്നു 3 വർഷം. ഞങ്ങൾക്ക് കമ്പൾസറി സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് അറബ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണ് ശരിക്കും എനിക്ക് ആ അറബിക് ആക്സെന്റ്, കുറെ പാട്ടുകൾ അവര് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ അറബിക് സോങ്സ് ഒന്നും കേൾക്കാറില്ലായിരുന്നു. അപ്പൊ എനിക്ക് അവര് പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ ഹിറ്റ് പാട്ടുകളാണ്, എന്നിട്ട് അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതി തരുമായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ അടുത്ത് ഇരുന്ന് പഠിച്ച് പാടി. എന്തോ പാടി? ഒരുപാട് അറബിക് സോങ്സ്. ഒരു നല്ലത് طمني يا لين حبيبي وحشني يا لين حبيبي أخبار أخي أدت غلاوة الشيخ يا حبيبي بحدلانك سلامات والله بكرة الرخ يا حبيبي أحكي لك الحكايات
أحكي لك الحكايات അതിനകത്ത് أماني أماني أمان الأماني أماني أمان أمان ليش أنا حيران കുറേ പാട്ടുണ്ട്. ഇടയ്ക്ക് ഒരു വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കേട്ടില്ലായിരുന്നു, അതാണ് അനുരാഗം അല്ലേ? ഹബീബി. ഹബീബി അല്ല, കറക്റ്റ് അല്ലേ? എന്റെ അർത്ഥം അതല്ലേ? യെസ്. എന്തായാലും ഇത് മഞ്ചരിയാണ് പാടുന്നതെങ്കിൽ വാക്കുകളുടെ അർത്ഥം കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് രണ്ടാമത്തെ സംസ്ഥാന അവാർഡിലേക്ക് പോകാനുള്ള സമയമായി. വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിൽ തീർച്ചയായിട്ടും അത് തികച്ചും ഒരു ഭാഗ്യമായിരുന്നു. കാരണം എം ജയചന്ദ്രൻ എന്ന് പറഞ്ഞ കമ്പോസർ, എം ജയചന്ദ്രൻ സാറിന്റെ സോങ്സിൽ ഞാൻ വളരെ കുറച്ച് പാട്ടുകളെ അദ്ദേഹത്തിന് പാടിയിട്ടുള്ളൂ. അതിൽ വൺ ഓഫ് ഹിസ്, പിന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത പാട്ടുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ് ഈ പാട്ട്. ഞാൻ പാടിയതുകൊണ്ടല്ല, പക്ഷെ എനിക്ക് ആ പാട്ട് പാടാനുള്ള ഭാഗ്യം കിട്ടി. അത് തീർച്ചയായിട്ടും അതിനൊരു സ്റ്റേറ്റ് അംഗീകാരം കിട്ടി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നല്ല പാട്ട്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തൊരു പനിനീരേ പനിനീരേ കാറ്റൊന്നനങ്ങിയാൽ കരൾ നൊന്തു പിടയുന്ന കണ്ണാടി കവിളത്തെ കണ്ണുനീരേ കണ്ണുനീരേ. സംഗീതമയമുള്ള ഒട്ടേറെ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. രവീന്ദ്രൻ മാഷിന്റെയൊക്കെ പുഷ്കര കാലം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അന്ന് ഒരുപാട് പേർക്ക് അങ്ങനെ പാടാനൊക്കെ സാധിച്ചു. ഇന്നിപ്പോ എല്ലാം പരീക്ഷണങ്ങളാണ്. മ്യൂസിക് ബാൻഡുകളുടെ കാലം, അല്ലെങ്കിൽ ആൽബത്തിലേക്ക് പോകേണ്ടി വരുന്നു. സിനിമകളിലൂടെ ഇത്തരം കാര്യങ്ങൾ, കഥാ പശ്ചാത്തലമൊക്കെ ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. നേരത്തെയും മഞ്ജരിയും സൂചിപ്പിച്ചത് അതാണ് തോന്നുന്നു. അതിലൊക്കെ അവസരങ്ങൾ അങ്ങനെ വരുന്നുണ്ടോ? അല്ല, ഇന്നിപ്പം കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് എക്സ്പോഷർ കൂടി. എല്ലാവർക്കും ഇപ്പം സിനിമ മാത്രമല്ല, സിനിമയിൽ പാടിയ പാട്ടുകാർ മാത്രമല്ല, ബാൻഡിലൂടെ ആൾക്കാർ ഫേമസ് ആണ്. ഒരുപാട് TV ഷോസ് ചെയ്തിട്ട് ഫേമസ് ആണ്. അപ്പൊ സിനിമയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഫേമസ് ആകാനും ഒരു ആളുകളുടെ ശ്രദ്ധ വരാനും വലിയ താമസം വേണ്ട. പക്ഷെ അതൊക്കെ ഒരു ശുദ്ധ സംഗീതത്തിന്റെ ഭാഗമാണെന്ന് മഞ്ജരി പറയുമോ? എല്ലാം സംഗീതത്തിന്റെ ഭാഗം. ഇപ്പൊ മ്യൂസിക് എന്താണെന്നുള്ളത്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സാധാരണ ഒരു പാട്ട് പാടിയിട്ട് ഒരു വ്യക്തിക്ക് ആ പാട്ട് ഇഷ്ടപ്പെട്ടാൽ അതിനകത്ത് മ്യൂസിക് ഉണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. പക്ഷെ അതൊക്കെയാണോ നിങ്ങൾ പഠിക്കുന്ന സംഗീതത്തിലുള്ളത്? അതിപ്പം പഠനം, അത് ഉപയോഗിച്ച് നമ്മുടെ കഴിവുകൾ വെച്ച് ഉണ്ടാക്കുന്നതല്ലേ ഇതെല്ലാം? നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സംഗീതം അങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയല്ലല്ലോ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മള് പണ്ട് കാലത്ത് ഒരുപാട് ക്ലാസിക്കൽ മ്യൂസിക്കിന് സിനിമയിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്തരത്തിൽ അങ്ങനത്തെ കുറെ സഭയിൽ നടക്കുന്ന എന്തെങ്കിലും തീം ഉണ്ടാവും, അല്ലെ ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്കായാലും അവർ ആ മൂവീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ കുറെ ക്ലാസിക്കൽ പാട്ടുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പം കുറച്ച് കാലം മാറി, കുറച്ച് ട്രെൻഡ് മാറി, ഇന്ന് വസ്ത്രധാരണം മാറി. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം എന്തായാലും ഉണ്ട്. ഈ മാറ്റമാണോ മഞ്ജരിയിൽ വന്നിരിക്കുന്ന ഈ മാറ്റവും? അതായത് മഞ്ജരി കുറെ കാലങ്ങൾക്ക് ശേഷം മഞ്ജരി പല പല ഗെറ്റപ്പുകളിലാണ് ഇപ്പോൾ വരുന്നത്. ഇതൊരു ആക്ട്രസായും കൂടി, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ രൂപത്തിലുള്ള സംഗീത അവതരണത്തിന് വേണ്ട കാര്യങ്ങൾ കൂടി ഇപ്പോ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടോ മഞ്ജരി? അല്ല, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് മാറ്റമുണ്ട് മഞ്ജരിക്ക്. എനിക്കും വയസ്സായി, എന്റെ വീടിനും വയസ്സായി എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക്, ഞാൻ പണ്ടേ ഫാഷൻ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കിഷ്ടമാണ് ഫാഷനബിൾ ആയി നടക്കാൻ. എന്ന് വെച്ചാല് ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് നീറ്റായി ഡീസെന്റ് ആയി എങ്ങനെ ഡ്രസ് ചെയ്യാം. മഞ്ജരിയുടെ പണ്ടത്തെ ഒരു വിഷ്വലാണിതാ ഇപ്പോ അവിടെ ഇരിപ്പുണ്ട്. നല്ല കേരളീയ ഓണത്തിന്റെ ഏതോ ഒരു വിഷ്വലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നുള്ള കേരളീയ വസ്ത്രം എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. സാരി എന്റെ ഏറ്റവും ഇഷ്ട വസ്ത്രം. മഞ്ജരി, ഇപ്പൊ ഒരു ഓണക്കാലം കൂടി ആയതുകൊണ്ട് ഓണത്തിന് യോജിച്ചൊരു പാട്ടിൽ നിന്ന് നമുക്കൊരു ഇടവേളയിലേക്ക് പോവാം. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായേ ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി.
അനുരാഗത്തിലെ കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അനുരാഗം ഇപ്പോൾ ആളുകൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ഇനിയിപ്പോ കണ്ടു തുടങ്ങണം എന്നുള്ള മോഹം ഉണ്ടെങ്കിൽ എല്ലാവരും കാണും, എല്ലാവരും അനുരാഗത്തിലാകും. അതായത് പാട്ടിനോട് സ്നേഹം, അത് വളരെ പരിശുദ്ധയായി മഞ്ജരി അതാ പറഞ്ഞത്. യൂട്യൂബിൽ നിങ്ങൾക്ക് എന്നും കാണാം അനുരാഗം. അതായത് മഞ്ജരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടി ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അനുരാഗം കാണും. പക്ഷേ മഞ്ജരി, ഞാൻ ചോദിച്ചിട്ടില്ലാത്ത 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതിൽ ഒന്ന് ഇതിൽ തന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നതാണ്. ഈ പറഞ്ഞ ദൃശ്യങ്ങളെല്ലാം VK പ്രകാശ് നിർബന്ധിച്ച് പീഡിപ്പിച്ച് ചെയ്യിച്ചതാണോ അതോ മഞ്ജരി സ്വയം ഭാവനയിൽ കണ്ട ദൃശ്യങ്ങളുണ്ടോ ഇതിനകത്ത്? അല്ല, ഞാൻ പറഞ്ഞ ഇതൊരു ടീം എഫേർട്ടാണ്. അപ്പൊ നമ്മൾ കുറെ റെഫറൻസസ് നോക്കി കംഫർട്ടബിൾ ആയിട്ടുള്ള എങ്ങനെയാണോ അത്രയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അത്രയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ചിലപ്പോഴൊക്കെ ചില ആക്ട്രസുകൾ പറയുക, ഇല്ല ഇതിലേക്ക് ഞാൻ പോവില്ല, കാരണം ഇത് നമുക്ക് പറ്റിയതല്ല, നമ്മുടെ ഇത് തികച്ചും ഒരു വർക്ക് ആയിട്ടേ നമ്മൾ കാണുന്നു. ഇതൊരു ദിസ് ഇസ് നോട്ട് ഇതെന്റെ അഭിപ്രായം നമുക്കുമില്ല. മഞ്ജരിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി വിവേക് ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എന്റെ ചോദ്യമാണ്. അല്ല, തീർച്ചയായിട്ടും ഇതിപ്പം എത്രയോ സിനിമകൾ വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഇന്നത്തേക്ക് എല്ലാവരും വിട്ടുപിരിഞ്ഞ് വേറെ വേറെ ജീവിതം ജീവിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊരു വർക്കാണ്, തികച്ചും വർക്കായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം എനിക്ക് ഇൻഫാക്ട് ഞാൻ ആദ്യം അഭിനയിക്കുമ്പോൾ 2 പേര് അഭിനയിക്കുമ്പോൾ എന്തായിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് എന്നെ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്തത്. അല്ല, ദിസ് ഇസ് യുവർ വർക്ക്, അതുകൊണ്ട് വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്. ഇപ്പോ സംഗീത സംവിധായികയായി ആയല്ലോ, ആയില്ലേ? രണ്ടാമത് അഭിനേതാവായി. മഞ്ജരി പാട്ടുകാരിയാണ് നേരത്തെ. ഇതെല്ലാം VK പ്രകാശിന് എന്തിനാ കൊടുക്കുന്നത്? മഞ്ജരിക്ക് സംവിധാനം ചെയ്തു. ഇത് കൊള്ളാം. എല്ലാം പണിയും ഞാൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. VK പ്രകാശിന് ജോലി ഇരിക്കട്ടെ, പുള്ളിയുടെ തൊഴിൽ നഷ്ടപ്പെടുത്തണ്ട എന്നുള്ളതാണ്. അതായത് എന്നാണ് മഞ്ജരി ഒരു സ്വതന്ത്ര സംവിധായികയാകുന്നത്? ഞാൻ ആക്ച്വലി മ്യൂസിക് എന്റെ പാഷനാണ്. മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ എന്റെ ആ ഇഷ്ടമാണ്, മ്യൂസിക്കിനോടുള്ള ഇഷ്ടമാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു റീസൺ. അല്ലാതെ ഞാൻ സിനിമകളിലൊക്കെ എനിക്ക് നിറഞ്ഞു നിന്ന് മ്യൂസിക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്റെ ഒരു സോങ്, ഒരു പാട്ട് പാടി എനിക്ക് ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഉള്ളൂ. എനിക്ക് എന്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേര് ഞാൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ആക്ട്രസസ് ആയാലും അതിപ്പോ ഞാനൊരു കോമ്പറ്റീഷൻ കൊണ്ടുവരാനോ അങ്ങനെ ഒരു ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇപ്പൊ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം തോന്നാം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അനുരാഗം എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടായത്. എന്റെ ആക്ട്രസസ് ഒരുപാട് ഫ്രണ്ട്സ് ഇത് കണ്ടിട്ട്, ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഭാവന, ഭാമ, കാവ്യ, രമ്യ, ലക്ഷ്മി ഗോപാലസ്വാമി, ഇവരൊക്കെ എനിക്ക് ടീസർ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പാട്ടിന്റെ ടീസർ അവരൊക്കെ ലിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് അവരൊക്കെ പറയുന്നത് എന്തുകൊണ്ട് അഭിനയിച്ചൂടാ, ഒരു ഓഫർ വന്നാൽ അഭിനയിക്കണം. പക്ഷെ എന്ന് വെച്ചാൽ വി ആർ വെരി സിൻസിയർ. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ആണ്. എന്റെ ഒരു പൊതുവേ എല്ലാവരും പറയും സ്ത്രീകൾ തമ്മിൽ അസൂയ കുശുമ്പുണ്ട്. അതൊന്ന് വെട്ടി മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എന്റെ ആക്ട്രസസ് ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ ഇത് ലിപ്പ് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ തമ്മിലുള്ള നമ്മുടെ ആ ഒരു ഐക്യം. അതെ. പക്ഷെ ഒരുപാട് ഭാഷയുടെ അതിർവരമ്പുകൾ ലംഘിച്ചാണ് പാട്ടുകൾ പാടിയിട്ടുള്ളത്. ഇപ്പൊ അറബി പാട്ട്, ഹിന്ദി പാട്ട്, ഇനി തമിഴും തെലുങ്കും ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടുകൾ അപ്പൊ ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആൽബംസും ഇങ്ങനെ ഭാഷകളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് പോകുന്നുണ്ടല്ലോ. ഹിന്ദിയിൽ തുടങ്ങിയാണ് ഇവിടെ എത്തിയത്. അപ്പൊ ഇനി അങ്ങോട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാര്യം ഹിന്ദി തന്നെ ബെറ്റർ ആണ്. ഹിന്ദിയിൽ എന്റെ ഒരു പ്രോജക്ട് ഇറങ്ങാൻ പോകുന്നു അടുത്ത മാസം. അതെന്താണ്? അത് അതിന്റെ ടൈറ്റിൽസ് ഒന്നും അനുരാഗ് അല്ല, എന്നാൽ അതും പ്രണയം തന്നെയാണ് അതിന്റെ ആശയം. അത് എന്റെ വേറൊരു കൊലീഗാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പം വേറൊരു സോങ് ഇറങ്ങാൻ പോകുന്നു ഹിന്ദിയില്. അത് നെക്സ്റ്റ് മന്ത് ആണ്. പിന്നെ ഫിലിംസ് നോക്കുകയാണെങ്കിൽ അനാർക്കലിയാണ് ഞാൻ ലേറ്റസ്റ്റ് പാടിയത്. അനാർക്കലി അടുത്ത മാസം ഇറങ്ങും. അതും അതിലൊരു 2 പേരും മൂളാൻ പറ്റുമോ? അതിപ്പോ ഞാൻ മൂളുന്നില്ല. ശരി, വേണ്ട, അത് പുറത്ത് വന്നിട്ടില്ല അല്ലെ? ശരി. പക്ഷേ തമിഴിലെയും തെലുങ്കിലെയും ഒരു പാട്ടിന്റെ ചില വരികൾ കേട്ടിട്ട് വേണം നമുക്ക് മറ്റൊരു ഇടവേള അവസാന റൗണ്ടിലേക്ക് പോകാൻ. ഏതോ നിനയ്க்கிறேன் அதை ஏனோ மறைக்கிறேன், ജ്യോതിർമയി അഭിനയിച്ചു. ஏதோ நினைக்கிறேன் அதை ஏனோ மறைக்கிறேன், நானா தாரா மொழி வரவில்லை மௌனமாய் தாரா நனனனனா, அடடா அடடா காதல் அழகிய தொல்லை
உன்கிட்ட ஒன்னு சொல்லணும் ഉന്നോട് ഒന്നായിരിക്കണോ. ജ്യോതിർമയെ മനസ്സിൽ കണ്ടു നമ്മൾ. അതെ. അടുത്തത് തെലുങ്കിലാണെങ്കിൽ ഗാജുല ഗലഗല, ഇത് ഭൂമിക. ഓക്കെ. വലപ്പു വീണാ ഹോയ് കന്നെല കില കില ചിലിപ്പിവാനാ ഹോയ് തേനെ ഗൊസ്തേനെ వాలే వయ్యారం ముద్దబంతి పసుపు హోయ్ హోయమ్మరో సిగ్గులని తెలుపు హోయ్ ముద్దబంతి ఎరుపు హోయ్ హోయమ్మరో సిగ్గులని తెలుపు హోయ్. മഞ്ജരി, പ്രേക്ഷകരോട് എന്താണ് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത് ഇപ്പൊ പറയാൻ പോകും? പ്രേക്ഷകരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യം, അനുരാഗം അനുരാഗം അനുരാഗം. നിങ്ങൾ എല്ലാവരും അനുരാഗം എന്ന് പറയുന്ന ഈ ഗാനം നിങ്ങൾ നിങ്ങൾ എന്നും കേൾക്കുക, എന്നും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന സ്നേഹവും എന്നും എന്നെ മഞ്ജരിയെ നിങ്ങളാണ് മഞ്ജരി ആക്കുന്നത്. അതുകൊണ്ട് ഈ ഗാനത്തിന് നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് വേറെ ഒരു രീതിയിലും ഇതിപ്പോ ഒരു സിനിമയിലില്ല, അതുകൊണ്ട് അങ്ങനത്തെ പ്രൊമോഷൻ ഒന്നുമില്ല. നിങ്ങൾ പാട്ട് കേട്ട് വിജയിപ്പിക്കുക. അതുകൊണ്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ അനുരാഗം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. അനുരാഗം നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും മഞ്ജരിയുമൊത്തുള്ള ഈ ന്യൂസ് ആൻഡ് വ്യൂസ് വളരെ സംഗീത സാന്ദ്രമായിരുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പ്രമോയിലും പറഞ്ഞത്. അത് അർത്ഥവത്താക്കിക്കൊണ്ട് തന്നെയാണ് മഞ്ജരി അനുരാഗ ന്യൂസ് ആൻഡ് വ്യൂസ് ആക്കി മാറ്റിയത് ഇതിനെ. എന്തായാലും മഞ്ജരി, ഇത് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും മഞ്ജരിയുടെ ഒരു നല്ല പാട്ട് ഏത് പാട്ടാണ്? ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അതു മതി, അണിയാരപ്പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാം, തിരുത്തേവിക്കോവിലിനുള്ളിൽ തിറയാട്ട കുമ്മിടാം, ഈ കുഞ്ഞാങ്കിളി കൂവുന്നത് കുയിലിനറിയുമോ, ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അതു മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ. എന്തായാലും അതൊക്കെ കുയിലിന് അറിയുമോ എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങളും മഞ്ജരിക്കും അറിയുമോ എന്നുള്ളതാണ് നമുക്കും അന്വേഷിക്കാനുണ്ടായിരുന്നത്. കുറെ ഉത്തരങ്ങളൊക്കെ കിട്ടി, കുറെ ഉത്തരങ്ങൾ ബാക്കിയാവുന്നു. മഞ്ജരിക്കും പ്രേക്ഷകരുടെ വകയായി, ന്യൂസ് ആൻഡ് വ്യൂസിന്റെ വകയായി ചില ആശംസകൾ മാത്രമേ പറയാനുള്ളൂ. മമ്മൂക്ക പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഓണത്തിനോ അതിന്റെ അടുത്ത ഓണത്തിനോ ഒക്കെ ഇവിടെ അതിഥിയായി വീണ്ടും എത്തുമ്പോൾ മഞ്ജരി ഒരു നടി കൂടിയായി അംഗീകരിക്കപ്പെടട്ടെ. സംവിധായികയാകുന്നത് എന്നാണെന്നുള്ളതും അന്നേക്ക് അറിയാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഇപ്പൊ ആശംസിക്കാനുള്ളൂ. മഞ്ജരി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്.